യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ നാം. ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു. ഇതിവിടെ ഇരിക്കട്ടെ. ചെങ്ങയ്യ ആ കസേര അവിടെ നീക്കി വെക്ക്. സഹൃദയരെ, കലാസ്നേഹികളെ, ചിത്രഗുപ്തന്റെ ഡയറി നാടകം ആരംഭിക്കുകയാണ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്കോ കഥക്കോ നാമുമായോ നമ്മുടെ ചുറ്റുപാടുമായോ വല്ല സാമ്യതയും തോന്നുന്നുവെങ്കിൽ അത് യാദൃശികമല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ നാടകം മൂലം നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ വല്ല അപമാനമോ മാനഹാനിയോ സംഭവിച്ചാൽ അതിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. നിങ്ങളുടെ മൗനം മാത്രം. പതിവ് പോലെ യമപുരിയിലെ ഒരു ഞായറാഴ്ച പല്ലുതേപ്പും കുളിയും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് ചിത്രഗുപ്തന്റെ അന്നത്തെ ദിവസം ആരംഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ദേവലോക വാർത്തകൾ സമാപിച്ചു. അല്പസമയത്തിനകം രംഭയും കൂട്ടുകാരികളും അവതരിപ്പിക്കുന്ന നൃത്യം ഉണ്ടായിരിക്കുന്നതാണ്. എടോ, ആ ചാനലൊന്ന് മാറ്റും, വെറുതെ വിവാദമുണ്ടാക്കാൻ വേണ്ടി. ഭൂമി മലയാളം ചാനൽ എത്രയാണ് നമ്പർ? 365. അന്ന് അത് വെക്കും. ഇടുങ്ങാപുരം പഞ്ചായത്തിലെ പുതുതായി നിർമ്മിച്ച പാലമാണ് തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് തകർന്നു വീണത്. അപകടത്തിൽ 2 മന്ത്രിമാർക്കും ഒരു പ്രതിപക്ഷ MLA-ക്കും ഗുരുതരമായ പരിക്കുണ്ട്. പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുന്നതേയുള്ളൂ. എടോ, താൻ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. കേൾക്കാമോ? വേഗം എന്നെ വിളിക്ക്. ഇവര് പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഹലോ ഹലോ ഹലോ, യമൻ സാറല്ലേ? കേൾക്കുന്നുണ്ടോ? ഞാൻ ആശുപത്രി വരാന്തയിൽ തന്നെ ഉണ്ട്. 3 VIP-കളാണ് അത്യാസന്ന നിലയിലുള്ളത്. ഇവന്മാർക്ക് 4 മിനിറ്റ് കൂടെ സമയമുണ്ട്. ഉടൻ അങ്ങോട്ട് വിടുന്നതാണ്. ഹലോ, പിന്നെ പാലത്തിന് ചുവട്ടിൽ നിർത്തിയിട്ട മണൽ ലോറി ഡ്രൈവർ ഗുണശേഖരൻ 48 വയസ്സ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അല്ല, ഇത് യമലോകല്ലേ? അതെ. എന്താ സംശയമുണ്ടോ? ഇവിടെ പുകയും പൊടിയും ഒന്നും കാണുന്നില്ലല്ലോ. അതോ കുന്തിരിക്കം തീർന്നതാ. ഗുണശേഖരൻ, ഭൂമിയിലെ വയസ്സ് 48 നടപ്പ്. തൻ്റെ കർമ്മപത്രത്തിൽ ഗുണങ്ങൾ കുറവാണല്ലോ ഗുണശേഖര. ആട്ടെ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഭൂമിയിലെ ജീവിതം. ആ, അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞുപോയി. അല്ല, ഞാൻ എങ്ങനെ മരിച്ചത്? പാലത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. പടക്കം പൊട്ടിയത് ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ മരിച്ച്? പടക്കം പൊട്ടണ മുമ്പ് പാലം പൊട്ടിയില്ലേ? ഹേയ്, ഇവരിവിടെയും സ്വൈരം തരില്ലേ? അവിടെ ഇരിക്കും ഗുണശേഖര. മരണസമയത്ത് നീ മണൽ ലോറിയിലെ ഡ്രൈവറായിരുന്നില്ലേ? മണൽ വാരിയാൽ പുഴയും പ്രകൃതിയും നശിക്കുമെന്ന് നിനക്കറിയില്ലേ? എൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാം ഒഴുക്കുള്ള പുഴയെന്ന് മീൻ പിടിച്ചും കക്ക വാരിയും ഒക്കെ ജീവിച്ചവരായിരുന്നു. പുഴയായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഈ നേതാക്കന്മാര് പുഴയിൽ കണ്ണുവെച്ചത് മുതലാ ഞങ്ങളുടെ പുഴ മരിച്ചത്. അങ്ങനെ ഞാൻ ഈ തൊഴിൽ ചെയ്യേണ്ടി വന്നത്. ഇവരാണ് ഉത്തരവാദി. അതിന് ഞങ്ങളെങ്ങനെ ഉത്തരവാദിയാകുക? ആലങ്കോട് പഞ്ചായത്തിൽ പുഴ സംരക്ഷണ ജാഥ ഞാനാ ഉദ്ഘാടനം ചെയ്തത്. ആഹാ, ഏയ്, നിങ്ങൾ തെളിവില്ലാതെ വ്യാജ ആരോപണം ഉന്നയിക്കണം. ഭൂമാഫിയക്കെതിരെ നിരാഹാരം കിടന്ന ആ സ്ത്രീയുടെ ശബ്ദരേഖ കേൾപ്പിക്കൂ.
ഞാനും എന്റെ കുട്ടികളെ റോഡിൽ തണുത്ത് കിടക്കുമ്പോ ഒരാളും ഞങ്ങളെ നോക്കിയില്ല. മാധ്യമക്കാരൊക്കെ എവിടെയിരുന്ന്? സമരം നടത്തിയത് എനിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല, മണ്ണിനും വെള്ളത്തിനും വേണ്ടിയാ. നമ്മളെപ്പോലെ തലമുറയ്ക്ക് ഇവിടെ തന്നെ ജീവിക്കണ്ടേ? ആ അതാ ഞാൻ പറഞ്ഞത്. പുഴ വിൽക്കുന്നു, കോറി വിൽക്കുന്നു, ഭൂമി വിൽക്കുന്നു. എന്താണിത് ഹേ? ഉടൻ തന്നെ ഇവിടെ ഒരു CBI അന്വേഷണം ആവശ്യമാണ്. സ്കൂൾ പരിസരത്ത് വെച്ച് നീ ഒരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് വണ്ടിയിടിച്ചല്ലോ. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ ഗുണശേഖരാ? അതാണ് സത്യം. എൻ്റെ ഇടത്തെ കണ്ണ് ശരിക്കും അങ്ങോട്ട് കാണൂല, ഒരു പുകമൂടലാണ്. പിന്നെ എങ്ങനെ നിനക്ക് ലൈസൻസ് കിട്ടി? സർക്കാർ ആശുപത്രിയിലെ കണ്ണ് കാണിച്ചപ്പോഴേ ആദ്യം ഡോക്ടർ കണ്ണട വെക്കാൻ പറഞ്ഞു. ഒരു 200 രൂപ കയ്യിൽ കൊടുത്തപ്പോ കണ്ണിന് ഒരു കുഴപ്പമില്ലാതെ എഴുതി തന്നു. ഇത് എന്നെയും എൻ്റെ ആരോഗ്യവകുപ്പിനെയും കരിവാരി തേക്കാനുള്ള മനഃപൂർവ്വ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആ പയ്യൻ്റെ ടേപ്പ് വെക്കണോ? ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചാടി നടന്നിരുന്നു ഞാൻ. ബെല്ലടിച്ചാല് സ്കൂൾ ഗേറ്റിൽ ആദ്യം എത്തുന്നത് ഞാനായിരുന്നു. പ്രതിരോധ മരുന്നെന്നും പറഞ്ഞ അവര് കുത്തിവെച്ചത്. പിന്നെ എന്റെ തല വീർത്ത് വീർത്ത് കാലിനും കയ്യിനൊക്കെ ഒരു ബലക്കുറവ്. വീണു പോവാന്ന് തോന്നും. അമ്മാമനെ പറഞ്ഞ് എന്തോ മരുന്ന് വെച്ചതാത്ര. മന്ത്രി രാജിവെക്കുക, രാജിവെക്കൂ, പുറത്തു പോകൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, മന്ത്രി രാജിവെക്കുക, മന്ത്രി രാജിവെക്കുക. ഹലോ ഹലോ, പ്രതിപക്ഷം അവിടെ ഇരിക്കണം. താങ്കളുടെ ഭരണനേട്ടം ഞാൻ വിസ്തരിക്കണം. ഗുണശേഖര, നിന്റെ പേരിൽ ഒരു ഏത്തക്കൊല കേസ് രേഖപ്പെടുത്തി കാണുന്നുണ്ടല്ലോ. അത് എനിക്കറിയാതെ പറ്റിപ്പോയതാ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ എത്തിയപ്പോൾ വീട്ടിലൊന്നും വെച്ചിട്ടില്ല. രാധ പറഞ്ഞു അരി തീർന്നു, ഗ്യാസ് തീർന്നു എന്നൊക്കെ. പിള്ളേരെ മുഖം കണ്ടപ്പോൾ സഹിച്ചില്ല. അപ്പോഴാ ഞാൻ അടുത്ത തോട്ടത്തിലെ ഏത്തപ്പഴം കട്ടത്. എന്നോട് മാപ്പാക്കണം. നിങ്ങൾ അറിഞ്ഞോ, നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇവിടെ കൂടിയിരിക്കുകയാണ്. സബ്സിഡി വെട്ടിക്കുറച്ചു. അതുകൊണ്ട് നിർബന്ധമായിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ. രാജിവെക്കൂ, പുറത്തു പോകൂ, മുഖ്യമന്ത്രി രാജിവെക്കൂ. അതിന് കാരണം ഈ കേന്ദ്രത്തിന്റെ തലതിരിഞ്ഞ നയങ്ങളാ. നിങ്ങൾ അങ്ങനെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട കേട്ടോ. നിർബന്ധമായിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. മിസ്റ്റർ, ഇവിടെ കിടന്നിങ്ങനെ കൂവരുത്. ഞങ്ങൾ കാശ് മുടക്കി റോഡ് ഉണ്ടാക്കിയില്ലേ, വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയില്ലേ, പിന്നെ എത്ര പ്രതിമകളാ ഞങ്ങൾ നിർമ്മിച്ചത്. ഇത് യമപുരിയാണ്, നിയമസഭയല്ല. കൂകാനും കടിപൊടി കൂടാനും കസാര തല്ലിപ്പൊളിക്കാനും ഇവിടെ പറ്റില്ല. ആനുകൂല്യങ്ങൾ നിങ്ങൾ അവതാരിയല്ലോ, ഖജനാവിലെ കാശല്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വഴിയിൽ കിടന്ന 50 രൂപ നീ ഭണ്ഡാരത്തിലിട്ടല്ലേ? നീ കൊള്ളാം, ഭക്തനാണല്ലേ? അത് ഭക്തി കൊണ്ടൊന്നല്ല, കാശിന് അത്യാവശ്യമില്ലാഞ്ഞിട്ടുമല്ല. അതൊരു കഥയാണ്. ആ പറഞ്ഞോളൂ, കേൾക്കട്ടെ. അതിലൂടെ ഞങ്ങൾ ദളിതന്മാർക്ക് നടക്കാൻ പാടില്ല. അവിടുത്തെ അമ്പലക്കുളവും നടയും കാണാൻ നല്ല പൂതിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉച്ചക്ക് ഞാൻ പതുങ്ങി പതുങ്ങി അതിലൂടെ പോയത്. ദേ വഴിയിൽ 50 രൂപ ചുരുണ്ട് കിടക്കുന്നു. ഞാനെടുത്ത് എളുപ്പം പോക്കറ്റിലാക്കി. പിന്നെ 10-12 അടി നടന്നതേ ഉള്ളൂ. കുപ്പായത്തിന് പിന്നിൽ പിടുത്തം വീണു. ആരടാ, എന്തടാ എന്ന ചോദ്യം വന്നു. അപ്പ തോന്നിയ ഒരു ഐഡിയയാണ്. 50 ഉറുപ്യ കാണിച്ചിട്ടേ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ കാശ് പെട്ടിയിലിടാണ്.
ആ 50 പോയെങ്കിലും ജീവൻ കിട്ടിയത് ഭാഗ്യം. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവളല്ലേലും സിമത്തും ഹലോ യമൻ സാറല്ലേ? എടോ അതൊന്ന് സ്പീക്കറിലിട്. ഹലോ, എടോ ചിത്രഗുപ്ത, ഞാൻ ഉത്തരേന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത്. പശുവിനെ മേക്കാൻ പോയ ഒരു പാൽക്കാരൻ പയ്യനെ ആളുകൾ കെട്ടിയിട്ട് തല്ലുന്നുണ്ട്. അവനെ ഉടനെ ഞാൻ അങ്ങോട്ട് അയക്കും. ശരി ശരി. കാല, പോത്തിന്റെ പുറത്ത് ചുറ്റിക്കറങ്ങുമ്പോൾ നീ ഒന്ന് സൂക്ഷിച്ചോളൂ. അവർക്ക് നിന്നെ കൊല്ലാൻ പറ്റൂല, പക്ഷെ അവർക്ക് നിന്നെ തല്ലാൻ പറ്റും. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇറച്ചി തിന്നു, വഴിയിൽ നടന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര കൂട്ടുകാരെ ഇവര് അടിച്ചും തൂക്കിയൊക്കെ പച്ചക്ക് കൊന്നത്. ചിത്രഗുപ്ത, ഇവരാ അതൊക്കെ ചെയ്യിച്ചത്. ഞങ്ങളോ? നഷ്ടപ്പെട്ടത് രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാരെയാണ്. ചുട്ട് കൊന്നതൊക്കെ തെരുവ് പട്ടികളെയല്ലേ? ആ അച്ചാദിൻ. I would not be around when you read this letter. എൻ്റെ ജനനം തന്നെയാണ് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം. You truly care of me. ബാല്യത്തിൻ്റെ ഏകാന്തതയിൽ നിന്ന് എനിക്കൊരിക്കലും രക്ഷപ്പെടാനായില്ല. I have no ഒരിക്കലും വിലമതിക്കപ്പെടാതെ പോയ ബാല്യം. It was always ഈ നിമിഷം ഞാൻ വ്രണിതനല്ല, ദുഃഖിതനുമല്ല. feel like growing up. എനിക്ക് എന്നെപ്പറ്റി യാതൊരു ഉത്കണ്ഠയുമില്ല. വിധി പറയുന്നതിന് മുമ്പ് ഗുണശേഖരന് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ആ ഇനി എന്ത് പറയാനാ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2 അരക്കോപ്പി കൊണ്ടുവരണമെന്ന് അപ്പു പറഞ്ഞിരുന്നു. കൊണ്ടുതരാന്ന് ഞാനും സമ്മതിച്ചാണ്. ഇവരാണ് ജീവിച്ച് കൊതി തീരാത്ത എന്നെ ഉറപ്പില്ലാത്ത പാലം പണിതിട്ട് എന്നെ വെറുതെ വിട്ട് ഇവർക്ക് അർഹിച്ച ശിക്ഷ കൊടുക്കണമെന്ന് താഴ്മയായ അപേക്ഷിക്കുകയാണ്. ഗുണശേഖരൻ എന്ന ഈ 48-കാരൻ ഭൂമിയിലെ ജീവിത കാലയളവിൽ ചെയ്തു തീർത്ത നന്മ തിന്മയുടെ സ്വഭാവവും സാഹചര്യങ്ങളും പരിഗണിക്കുമ്പോൾ അതിനു കാരണക്കാരായ നിലവിലെ വ്യവസ്ഥിതിയുടെ നിർമ്മാതാക്കളും നടത്തിപ്പുകാരുമായ ജനപ്രതിനിധികളെ 3 വർഷത്തേക്ക് കഠിന തടവിന് ഈ യമകോടതി ശിക്ഷിക്കുന്നു. ഹോ, ആകെ 3 വർഷമുള്ളൂ. അതൊക്കെ ഇപ്പൊ തീരൂലേ? ഞാൻ മിനിമം ഒരു ജീവപര്യന്തെങ്കിലും പ്രതീക്ഷിച്ചതാ. ഈ വിചാരണയുടെ 2ാം ഘട്ടം അടുത്ത 5 വർഷത്തിന് ശേഷം വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. പ്രത്യക്ഷത്തിൽ നിരപരാധിയാണെന്ന് തോന്നാമെങ്കിലും ഈ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിൽ സമ്മതിദായകൻ എന്ന നിലയിൽ നിർണായക പങ്കുവഹിക്കുകയും വ്യവസ്ഥാമാറ്റത്തിനായുള്ള വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളോട് നിഷ്ക്രിയത്വ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ഗുണശേഖരനെ 101 ചാട്ടവാറടി നൽകിക്കൊണ്ട് ഇനി വരുന്ന എല്ലാ ഗുണശേഖരന്മാർക്കും മാതൃകയാകത്തക്ക രീതിയിൽ ശിക്ഷിക്കുവാനും ഈ കോടതി വിധിക്കുന്നു. ഈ നാടകത്തിൻ്റെ അരങ്ങിൽ അഭിനയിച്ചവർ സിദ്ദിഖ് ഷംസുദ്ദീൻ, അലി കലത്തിങ്ങൾ, നജീബ് കീഴരിയൂർ, അമ്മുണ്ണി റഫീഖ്, PM അബൂബക്കർ, ഷാനവാസ്. അണിയറയിൽ അനുഭവിച്ചവർ കഥ ഹാരിസ് എടവന, രചന സംവിധാനം ഇബ്രാഹിം സിദ്ദീഖ്, സഹസംവിധാനം നിസ്താർ ഗുരുവായൂർ, രംഗപടം ശേഖർ വനസ്ഥലി, വസ്ത്രാലങ്കാരം ഷാജി ചേലാട്, സാങ്കേതിക സഹായം ഗ്രഫ് സ്റ്റുഡിയോ.